ഹായ് നമസ്കാരം. വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ രേണുസുതിയുടെ മാറ്ററോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ നമ്മളെല്ലാവരും കണ്ടില്ലേ? നിങ്ങളിപ്പോൾ എല്ലാവരും കണ്ടില്ലേ അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ, സഹായിച്ച ആൾക്കാർക്കെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ഒരു വീട് വെച്ച് കൊടുത്ത ആൾക്കാർക്കെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ആ വീട് വെച്ച് കൊടുത്ത ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വന്ന് പറഞ്ഞ കണ്ടില്ലേ, അവർ വെച്ച് കൊടുത്ത വീടിന് അവർക്ക് വേണ്ടിയിട്ടൊരു പ്രൊമോഷന് ഒരു യൂട്യൂബ് ചാനൽ ചെയ്യാൻ ചെന്നപ്പം അതിന് ഈ രേണുസുതിയുടെ അച്ഛനും കൂടി 15,000 രൂപ ചോദിച്ചെന്നു വീട് ഷൂട്ട് ചെയ്യുന്നതിന്. എന്താ അല്ലേ? എന്നിട്ട് പറഞ്ഞ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ സ്റ്റേജ്. എന്നിട്ട് പറഞ്ഞ വീടിന് ചോർച്ചയാണെന്ന്, ദാനം കിട്ടിയ മുതലിന് ചോർച്ചയാണ് പോലും. അങ്ങനെ ചോർച്ച ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ കാണിച്ചിട്ട് വേണം സമൂഹത്തിൽ വന്ന് പറയാൻ. ഇപ്പം വീട് വെച്ച് കൊടുത്ത ആ ഒരു വളരെ മോശമാക്കിയിട്ടാണ് ഈ രേണുസുതി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് ആ സ്ത്രീ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരിപ്പോൾ രാവിലെ എന്നിട്ട് ഷൂട്ടിങ്ങിന് പോകുന്ന വീഡിയോ, ചെങ്ങന്നൂർ എവിടുന്നോ നടന്നു പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് വലിയ സഹതാപം പറയുന്നത്. സ്വന്തം കൊച്ചുങ്ങളെ നോക്കാണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടേ പറ്റൂ. ഇവരുണ്ടാക്കിയ കൊച്ചിനെ പിന്നെ നാട്ടുകാർ നോക്കൂ? നിങ്ങൾ തന്നെ പറ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കൊച്ചുങ്ങളെ സ്വന്തമായിട്ട് എന്നെ നോക്കണം. നാട്ടുകാരെ കണ്ടോണ്ടല്ല കൊച്ചുങ്ങളെ പറയേണ്ടത്, മനസ്സിലായോ? പിന്നെ ഇത്രയും നാൾ എല്ലാവരും സഹായിച്ചെന്ന് വെച്ചാൽ സുധി എന്ന് പറഞ്ഞ ഒരു കലാകാരൻ ആക്സിഡന്റിൽ പെട്ട് മരിച്ചത് കൊണ്ടും അദ്ദേഹത്തിനോടുള്ള നന്മയായിട്ടാണ് എല്ലാവരും ആ ഒരു കുടുംബത്തെ സഹായിച്ചത്. അതിന് എപ്പോഴും നാട്ടുകാർ സഹായിച്ചുകൊണ്ടിരിക്കുമോ? സ്വന്തം മക്കളെ വളർത്തേണ്ട കടമ ആ സ്ത്രീക്കില്ലേ? വലിയ ത്യാഗമായിട്ടൊരു വീഡിയോ ഇട്ടിരിക്കുന്നു. ഇതിനപ്പുറം വിഷമപ്പെട്ടും ഇതിനപ്പുറം ജോലി ചെയ്തും കഷ്ടപ്പെട്ടും ഒക്കെ മക്കളെ വളർത്തുന്ന അമ്മമാരൊക്കെ ഈ സമൂഹത്തിലുണ്ട്. ഇവർക്ക് ഇങ്ങനെ വെളുപ്പിന് എണീറ്റ് പോകുമ്പോൾ ഇവർ മാന്യമായിട്ട് 10 മണി മുതൽ 5 മണി വരെയുള്ള ജോലിക്ക് പോകണം. കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നത്, കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ട്. ഇവർ മാത്രമല്ല ആദ്യമായിട്ട് സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന സ്ത്രീ. ഇങ്ങനെയുള്ള കുറേ വീഡിയോ ഒക്കെ ചെയ്തും കുറേ ആൽബം ഒക്കെ ചെയ്തും ഇങ്ങനെ നടക്കണമെന്ന് ആഗ്രഹമുള്ളവർ എണീറ്റ് പോകും. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. ഞാനും ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വെളുപ്പാങ്കാലത്തൊക്കെ എണീറ്റ് പോകുന്നത്. ഇവർ മാത്രമല്ല പോകുന്നത്. ജീവിക്കാൻ പലരും പല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. രാവിലെ ഉറക്കം എണീറ്റ് ജോലിക്ക് പോകുന്നുണ്ട്. ഇവർ മാത്രമല്ല, എത്രയോ ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാർ സ്വന്തം മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ജോലികൾ ചെയ്യുന്നു. ഇവർ മാത്രമല്ല ലോകത്ത് കഷ്ടപ്പെടുന്ന സ്ത്രീ. എന്തൊരു സാധനമാണ് ഇവർ. ആ സുധിചേട്ടൻ്റെ അവാർഡെല്ലാം എടുത്ത് കട്ടിൻ്റെ കീഴിൽ വെച്ചിട്ട് പറയുന്നത് അവിടെ എങ്ങും സ്ഥലമില്ലെന്ന്. ബാക്കിയുള്ളതെല്ലാം നിരത്തി വെക്കാൻ സ്ഥലമുണ്ട്. ആ വീട് തന്നെ കണ്ടില്ല, എന്ത് വലിയ വീടാ. അവിടെ എങ്ങും സ്ഥലമില്ലായിരുന്നു ഒരു ഷെൽഫ് കെട്ടി ആ സാധനം പറക്കി വെക്കാൻ. എല്ലാത്തിനും ന്യായങ്ങളുണ്ട് ആ സ്ത്രീക്ക്, കള്ള ന്യായങ്ങൾ. കഷ്ടം. ഇതിനെ ചുമന്നുകൊണ്ട് നടക്കാൻ കുറേ പാവാടവള്ളികളും ഉണ്ട്, ഇത്തരം സ്ത്രീകളെ ചുമന്നുകൊണ്ട് നടക്കാൻ. കഷ്ടം തന്നെ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റുകൾ.